ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ കാണുകയാണ്. അപ്പൊ അതിൽ കയറണം എന്ന് വെച്ച് അവള് ത്രില്ലടിച്ച് റോളർ കോസ്റ്ററിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ നിന്ന് സെക്യൂരിറ്റി ആ പെൺകുട്ടിയെ തടയാണ്. എന്താന്ന് വെച്ചാൽ ആ റോളർ കോസ്റ്ററിൽ കയറണമെങ്കിൽ നല്ല പൊക്കം വേണം. പക്ഷെ ആ പെൺകുട്ടി ഹൈറ്റ് സ്കെയിലിന്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ സെക്യൂരിറ്റി അവളുടെ പ്രായത്തിന് കളിക്കാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ് ഡക്കിനെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ കുരുട്ട് ബുദ്ധി അപ്പൊ ഉണരുകയാണ്. നോക്കുമ്പോൾ അവള് രണ്ട് പോപ്കോൺ കപ്പെടുത്ത് അതിൽ കയറി നിന്നിട്ട് കാലിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഹൈറ്റ് ചെക്ക് ചെയ്യാന്നും പറഞ്ഞ് നടന്നു ചെല്ലാണ്. പക്ഷെ അവിടെ പോയി നിന്നതും പോപ്പോൺ ബക്കറ്റ് ചപ്പി പോവാണ്. ഉടനെ അവൾ ഒരു ജിറാഫിന്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് അവിടേക്ക് ചെല്ലുന്നു. അടുത്ത സെക്കൻഡിലെ സെക്യൂരിറ്റി അതെടുത്ത് മാറ്റിയിട്ട് നോ നോ എന്ന് പറയാണ്. അങ്ങനെ വിഷമിച്ച് തിരികെ പോയവള് പോപ്കോൺ ബക്കറ്റിൽ തട്ടി സ്റ്റെയറിൽ നിന്ന് താഴേക്ക് പടക്കോന്ന് പറഞ്ഞ് വീഴാണ്. ഉടനെ അവൾ എണീറ്റ് നോക്കിയതും തലയുടെ മേലെ ഒരു മുഴ വന്ന് നിൽക്കുന്നു. അങ്ങനെ കരയാൻ തുടങ്ങിയ അവളെ എതിർവശത്തിരുന്ന കണ്ണാടിയിൽ നോക്കി തലയിലെ മുഴ പല സൈസിൽ വലുതായി കാണുന്നു. ഉടനെ ഹാപ്പിയായ കൊച്ചിനൊരു ഐഡിയ തോന്നാണ്. എന്താന്ന് വെച്ചാൽ തലയിലെ മുഴയുടെ പൊക്കം കൂട്ടിയാല് ഹൈറ്റ് എടുക്കുന്ന സ്കെയിലില് ആ ഹൈറ്റ് അല്ലേ വരും. അതുകൊണ്ട് അവള് തലയിലെ മുഴ സ്വയം വലുതാക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവള് പല സ്ഥലത്തു നിന്ന് ചാടി മുഴയുടെ വലിപ്പം കൂട്ടുന്നു. ശേഷം അവള് വീണ്ടും സെക്യൂരിറ്റിയുടെ മുമ്പിൽ എത്തിയതും ആ പെൺകുട്ടിയെ കണ്ട് സെക്യൂരിറ്റിയുടെ കിളി പോവാണ്. സംഭവം അവളുടെ തലയുടെ മുഴയുടെ ഹൈറ്റ് ഇപ്പോ ഹൈറ്റ് സ്കെയിലിനേക്കാളും വലുതാണ്. അടുത്ത സെക്കൻഡിലെ അവള് ചാടി റൈഡിൽ കയറുകയാണ്. അപ്പൊ പൊക്കം കൂടിയാലുള്ള കോഷനും അവള് കാണുന്നു. അപ്പോഴേക്കും റൈഡ് സ്റ്റാർട്ട് ആവുകയാണ്. നോക്കുമ്പോ അവളുടെ മുട്ടക്കണ്ട മുഴ അവിടെയൊക്കെ തട്ടി തട്ടി പഞ്ചറായി അവള് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം റൈഡ് തീർന്നതും അവൾ അതിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ മുഴ എല്ലായിടവും ഇടിച്ചിടിച്ച് ഒരു ബോൾ പോലെയായിട്ട് സീറ്റിൽ തന്നെ സ്റ്റക്ക് ആയിരിക്കുന്നു.